ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ അപ്രതീക്ഷിതമായി നേരിൽ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് കടമ്പഴിപ്പുറം സ്വദേശി ശബരീഷ്. സെൽഫിക്ക് പുറമെ സഞ്ജു സമ്മാനമായി ഒരു ഫോൺ കൂടി ശബരീഷിന് നൽകുകയുണ്ടായി. ഞങ്ങളുടെ പ്രതിനിധി സജിൻ പത്മനാഭൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ അഭിമാനമായ ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ നേരിൽ കാണാനും അതുപോലെ ഒരു ഫോട്ടോ എടുക്കാനും സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കടമ്പഴിപ്പുറം സ്വദേശി ശബരീഷ്. എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് ശബരിയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ശബരി, ഞാനടക്കമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്നലെ ശബരിക്ക് സാക്ഷാത്കരിക്കപ്പെട്ടത്. എന്താണ് ഉണ്ടായത്? ഞങ്ങൾ എന്നത്തെയും പോലെ സാധാരണ വൈകുന്നേരം കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കടമ്പഴിപ്പുറമാണ് എൻ്റെ വീട്. കടമ്പഴിപ്പുറത്ത് ഞങ്ങൾ മംഗലാകുന്നം ഗ്രൗണ്ടിൽ വന്നേരം കളിക്കാറ്. അപ്പോൾ വരണ വഴി ഒരു 5 മണി 5:15 സമയത്ത് കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം 19 സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു റേഞ്ച് റോവർ വണ്ടി സൈഡാക്കി നിർത്തിയെന്ന് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഞങ്ങളങ്ങനെ സാധാരണ നല്ല വലിയൊരു വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. നോക്കിയപ്പോൾ അതിനുള്ളിൽ സഞ്ജു സാംസൻ്റെ സദൃശ്യമുള്ള ഒരാളെ കണ്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ മണി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വണ്ടി ഓടിച്ചു, ബൈക്കിലായിരുന്നു അവനെ വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് പോയി, ഞാൻ അടുത്ത് പറഞ്ഞു സഞ്ജുവാണ് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ കുറച്ച് മുന്നിൽ പോയി വണ്ടി നിർത്തി. അപ്പോൾ അവനോട് നോക്കാൻ പറഞ്ഞു. വണ്ടി തിരിച്ച് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ സഞ്ജു വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ കാണുന്ന സമയത്ത് മൂപ്പര് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പരെ കൂടെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റ് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ വണ്ടിയുടെ ബാക്കിൽ പോയി നിന്നു. അത് കഴിഞ്ഞ് മൂപ്പര് ഒരു 5 മിനിറ്റിനടുത്ത് സംസാരിച്ചു, വീഡിയോ കോൾ സംസാരിച്ചു. എന്നിട്ട് ഹോൺ അടിച്ച് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, കൈ കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഫോട്ടോ എടുക്കുക എന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ സെൽഫി എടുത്തു. അതേമാതിരി കൂടനായിരുന്ന മണിയും സെൽഫി എടുത്തു. സഞ്ജു എന്തോ ഒരു ഗിഫ്റ്റ് കൂടി ശബരീഷിന് നൽകിയെന്ന് നമ്മൾ അറിഞ്ഞു. എന്താണത് സംഭവം? അത് എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ ഫോണായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ലൈൻ ഇഷ്യൂ വന്നു. ഒരു 5-8 ലൈൻ ഉണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ ഞാൻ ആ ഫോണിലാണ് ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോണ് മൂപ്പര് കണ്ട്. അപ്പോൾ മൂപ്പര് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്ക് ഡിക്കി തുറന്ന് ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടെക്നോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഫോൺ എനിക്ക് കയ്യിലെടുത്ത് തന്നു. ഇത് വെച്ചോ, മറ്റേ ഇതിൻ്റെ ഫോണ് കംപ്ലൈൻറ്റിലല്ല, നീ ഇത് കയ്യിൽ വെച്ചോ എന്നുകൊണ്ട് എനിക്ക് തന്നു. ആ ഒരു ഫോണിൽ തന്നെയാണോ ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ? അല്ല, എൻ്റെ പുതിയ ഫോണിൽ എടുത്തില്ല, പൊട്ടിക്കാത്തൊരു ഫോണായിരുന്നു തന്നത്. അത് പുതിയ അൺബോക്സ് ചെയ്യാത്തൊരു ഫോണാണ് തന്നത് എൻ്റെ കയ്യിൽ. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത്. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ ശബരിൻ്റെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. രജേഷ് കടമ്പഴിപ്പുറത്തിനൊപ്പം സജിൻ പത്മനാഭൻ, മലബാർ ന്യൂസ്. അമ്പലപ്പാറ Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome.